നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സച്ചിൻ രേവതിയും ചേർന്ന് മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും ശ്രുതിയുടെ കള്ളത്തരം വിളിച്ചത് കൊണ്ടുവരാൻ വേണ്ടി. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ വർഷ അങ്ങോട്ട് വരുന്നത്. വർഷ ശ്രീകാന്തുമായിട്ട് നമ്മൾ തമ്മിൽ ഒരു ദിവസം എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നെന്നുള്ളതൊരു കണക്ക് വെക്കുകയാണ്. എന്താ പക്ഷേ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഒരു സീരിയൽ ഡബ് ചെയ്തതായിരുന്നു. ആ സമയത്ത് സമയക്കുറവുള്ളത് കാരണം ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നില്ലെന്ന് കരുതി അവർ തമ്മിൽ ഡിവോഴ്സ് ആയെന്ന് പറയും. അപ്പോൾ അവർ തമ്മിൽ 3 കപ്പിൾസ് ഉണ്ട്. 3 കപ്പിൾസും എത്ര സമയം ഒരു ദിവസം അവർ തമ്മിൽ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നറിയുന്നൊരു കണക്ക് വെക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. ആ സമയത്ത് പറയും, നമ്മുടെ ശ്രുതി പറയും, നമ്മുടെ വർഷ പറയുന്നുണ്ട്, കണ്ടോ എല്ലാവരും തമ്മിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ട്, നമ്മൾ തമ്മിലാണ് ശ്രീകാന്തി ഒട്ടും സമയം ചിലവഴിക്കാതെന്ന് പറയും. അപ്പോൾ സച്ചിൻ രേവതിയും പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉള്ളതുകൊണ്ടല്ലേ, ശരി ഈ പരിഭവം മാറാൻ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പോകാമെന്ന് പറയും. അത് ശരിയാന്ന് പറയും. അങ്ങനെ അവർ മലേഷ്യയിലോട്ടൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. ഇത് കേൾക്കുന്ന ശ്രുതി അങ്ങ് ഞെട്ടുകയാണ്. അപ്പോൾ അവിടെ ചെന്നാൽ നമ്മുടെ പൗഡറെട്ടത്തിയുടെ വീട്ടിലാർ എല്ലാ സഹായം നമുക്ക് ചെയ്തു തരുമെന്നൊക്കെ പറയും. ആ സമയത്ത് രേവതി വന്നിട്ട് സച്ചിയോട് പറയും, സച്ചിയേട്ടൻ നമ്മളൊരു ഫേക്കായിട്ടാണ് മലേഷ്യ പോകാമെന്നൊരു പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാവരുടെ പറഞ്ഞു, ഇപ്പോൾ ശ്രീകാന്തും വർഷയും അതിന് തയ്യാറായി വരുമ്പം നമ്മൾ എന്ത് ചെയ്യും, എന്ത് പറയുമെന്ന് പറയും. എൻ്റെ പൊന്ന് രേവതി, നമ്മൾ മലേഷ്യയിലോട്ടൊന്നും പോകാൻ പോകുന്നില്ല. ഇത് നമ്മളെ പൗഡറെട്ടത്തിൻ്റെ കള്ളം പൊളിക്കാൻ വേണ്ടി ചെയ്യുന്നില്ലേ, പക്ഷേ അവർ പോകാൻ വേണ്ടി റെഡിയാവില്ലേ, നമ്മളായിട്ടൊന്നും പറയണ്ട. ഇതിൻ്റെ എല്ലാം സത്യം പൗഡറെട്ടത്തി തന്നെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഈ മലേഷ്യൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുമെന്ന് പറയും. ആ സമയത്താണ് ശ്രുതിക്ക് നല്ല ടെൻഷനുണ്ട്. ഇനി മലേഷ്യയിലോട്ടെങ്ങാനും എല്ലാവരും വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് എഴുതി, ഇനി ഇതിനൊരു പരിഹാരം കാണാൻ മീരയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മീരയെടുത്ത് ചെന്ന് ശ്രുതി നടന്ന സംഭവങ്ങളെല്ലാം പറയും. എന്താ ശ്രുതി, നിൻ്റെ ഇളയമയുണ്ടല്ലോ അവിടെ, ഇളയമയോട് ചെന്ന് പറ, നിൻ്റെ വീട്ടുകാരൊക്കെ എടുത്ത് നിനക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തുതരാം. മീരെ, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വെറുതെ എന്നെ കളിയാക്കരുത്. പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഈ ഒരു സമയത്ത് എല്ലാവരും കൂടി മലേഷ്യയിലോട്ടൊക്കെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് മലേഷ്യ വല്ല പരിചയമുണ്ടോ, ഓരോ കള്ളത്തിൻ്റെ പുറത്ത് ഓരോ കള്ളം പറഞ്ഞ് ഇനിയിപ്പോൾ എങ്ങനെ പിടിച്ച് നിൽക്കുകയെന്ന് പറയും. ഇതിനെല്ലാം ഒരു പരിഹാരമേ ഉള്ളൂ ശ്രുതി, നീ എല്ലാ സത്യവും നിൻ്റെ അമ്മായിയമ്മയോട് തുറന്നു പറ, എന്നിട്ട് നീ അവരെ കാലി വീണ് മാപ്പ് പറയാൻ പറയും. നന്നായി, അന്ന് നീലിമയുടെ പ്രശ്നത്തിൻ്റെ പേര് അവരെ കാല് പിടിക്കാൻ പോയി അവരെന്നെ കാലുവാരി അടിച്ച സ്ത്രീയാണ്, ഇനി ഞാൻ അവരോടൊന്നിനും ചെല്ലത്തില്ലെന്ന് പറയും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ ബീരാന് മാത്രമേ പറ്റത്തുള്ളൂ പറയും. ബീരാനെയോ? അതെ, നീ എന്തായാലും ബീരാനെ ഒന്ന് വിളിക്കാൻ പറയും. അങ്ങനെ ബീരാനെ വിളിക്കും. പക്ഷേ ശ്രുതിയുടെ കാര്യത്തിനായതുകൊണ്ട് തന്നെ ബീരാന് നല്ല ടെൻഷനുണ്ട്. കാരണം മുന്നേ ഒരു തവണ രേവതി ബീരാൻ്റെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇറച്ചി പിടിക്കുന്നതിനായിട്ട്. പിന്നെ സച്ചി ബീരാനെ അന്വേഷിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് ബീരാന് നല്ല സംശയമുണ്ട്, അവരുടെ എങ്ങനെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ ബീരാനെ ശരിയാകും സച്ചി. അതുകൊണ്ട് തന്നെ മീരയുടെ കാര്യത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെടാൻ ഭയങ്കര പേടിയാണ്. അത് ചോദിക്കും, മീര, ഞാൻ നിനക്ക് വേണ്ടി എന്ത് സഹായം ചെയ്തു തരാം, പക്ഷേ ഇവൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റില്ല, അവസാനം ഇവൾ എന്നെ കൈ ഒഴിയുമെന്നൊക്കെ പറയും. എങ്ങനെയെങ്കിലും നിങ്ങൾ അവൾക്ക് സഹായം ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട സാർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാല് പിടിച്ച് പറയണം. സാറോ? നീ നിൻ്റെ കാര്യത്തിന് വേണ്ടിയല്ലേ എൻ്റെ കാല് പിടിച്ച് സാറേ എന്നൊക്കെ പറയുന്നത്. സാറേ പ്ലീസ്, ഞാൻ പറയുന്നത് എനിക്ക് സാറ് വീട്ടിൽ ഒന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ജീവിതം തകരുമെന്നൊക്കെ പറയും. ശരി, ഇതൊരു അവസാനത്തെ ശ്രമമാണ്, ഇനി മേലെ നീ എന്നെ നിൻ്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും എന്നെ വിളിച്ച് വരുത്തരുത്, എനിക്ക് താല്പര്യമില്ല, എനിക്കൊട്ട് സഹായിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. ശരി, ഇത് അവസാനത്തെ അറ്റംപ്റ്റാന്ന് പറയും. അങ്ങനെ ശ്രുതിയെ സഹായിക്കാവുന്ന ബീരാൻ ഏക്കുകയാണ് മീരയുടെ നിർബന്ധത്തോടു കൂടി. അങ്ങനെ ചന്ദ്രോദയത്തിൽ രവി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് സച്ചിയും പുറത്ത് ഇങ്ങനെ കാറൊക്കെ വാഷ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് 2 പോലീസുകാർ അങ്ങോട്ട് വരും. ഉടനെ ചോദിക്കും, ഇത് രവീന്ദ്രൻ്റെ വീടല്ലേ എന്ന് ചോദിക്കും. അതെ അച്ഛാ, അച്ഛനെ അന്വേഷിച്ച് 2 പോലീസുകാർ വന്നേക്കെന്ന് പറയും. പോലീസുകാരോ? നീ എന്ത് പ്രശ്നമാണ് ഒപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സുധി അങ്ങോട്ട് വരികയാണ്. സുധി, എന്ത് പ്രശ്നം? അല്ല, പോലീസുകാർ പറഞ്ഞതുകൊണ്ട് ഇവിടെ നിൻ്റെ പ്രശ്നങ്ങളായിരിക്കുമല്ലോ. ഉടനെ പറയും, എന്താ അവിടെ എന്നുകൊണ്ട് ചന്ദ്ര അങ്ങോട്ട് വരും. അമ്മ, അച്ഛനെ അന്വേഷിച്ച് പോലീസോ? സത്യം ഇവിടെ നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടാ നിൻ്റെ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് വരാൻ വന്നതെന്ന് പറയും. അയ്യോ എൻ്റെ പൊന്നു ചന്ദ്രയെ, പോലീസുകാർ വീട്ടിൽ വന്ന് എൻ്റെ പേര് ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്നാണോ അതിൻ്റെ അർത്ഥം? എന്തോന്ന് ആദ്യം ചോദിക്കട്ടെ, നീ ഒന്ന് സമാധാനത്തിൽ നിൽക്കാൻ പറയും. അയ്യോ രവിയേട്ട, എന്നാലും നിങ്ങൾക്ക് എന്തോ പറ്റി? എനിക്കൊന്നും പറ്റില്ല, നീ ഒന്നും മിണ്ടാതിരുന്നേന്ന് പറയും. എനിക്ക് എന്താ സാർ, എൻ്റെ പേരാണ് രവീന്ദ്രൻ എന്ന് പറയും. നിങ്ങളൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തില്ലേ? ഉണ്ട്, അതിൻ്റെ വെരിഫിക്കേഷൻ വന്നതാന്ന് പറയും. അതിനായിരുന്നു എന്ന് പറയും. ഇപ്പോൾ സമാധാനമായല്ലോ. നമുക്ക് മലേഷ്യയിലേക്ക് പോകാനുള്ള പാസ്പോർട്ടിൻ്റെ കാര്യത്തിനില്ലേ? അങ്ങനെ അതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വരുന്നതാണ്. അല്ല, ഇപ്പോൾ എങ്ങോട്ട് പോകാനാണ് പാസ്പോർട്ടൊക്കെ എടുത്ത്? അത് ഞങ്ങൾക്ക് മലേഷ്യയിലോട്ട് പോകാനാണ്. മലേഷ്യയിൽ നിങ്ങൾക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടോ? ഉടനെ നമ്മുടെ എൻ്റെ മൂത്ത മരുമകളുടെ അച്ഛൻ മലേഷ്യയിൽ എവിടെ? അദ്ദേഹം ഇപ്പോൾ ജയിൽ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയും, അല്ല, അച്ഛനിപ്പോൾ ഒരു വേൾഡ് ട്രിപ്പിലാന്ന് പറയും. ഇവളെന്തിനാണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പോലീസുകാർ അതെല്ലാം സംസാരിക്കുകയാണ്. ചോദിക്കും, അല്ല ശ്രുതി, നീ എന്തിനാ ഇപ്പം വേൾഡ് ട്രിപ്പാന്നൊക്കെ പറഞ്ഞത്? നിൻ്റെ അച്ഛൻ ജയിലിലല്ലേ? അയ്യോ ആൻറ്റി, ജയിലിലാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടത്തില്ല. അങ്ങനെയാണോ? ആ സമയത്താണ് മീര പറഞ്ഞനുസരിച്ച് ബീരാൻ അങ്ങോട്ട് വരുന്നത്. ബീരാൻ നോക്കുമ്പോൾ 2 പോലീസുകാർ അവിടെ നിൽക്കുന്നു. ബീരാൻ അകത്തോട്ട് കയറണമെന്നുമില്ല, പുറത്തോട്ട് പോകണമെന്നുള്ളൊരു അവസ്ഥ നിൽക്കുകയാണ്. ശ്രുതി ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട് അകത്തോട്ട് വരാനായിട്ട്. അങ്ങനെ അകത്തോട്ട് വരികയാണ്. ഇതാര്? മലേഷ്യൻ ഇളയച്ചനോ? ഇതെന്തു പറ്റി പതിവില്ലാതെ ഞങ്ങളെല്ലാവരുടെയും മലേഷ്യയിലോട്ട് പോകാനായിട്ടിരുന്നതാന്ന് പറയും.
ആ ഇളയച്ച എല്ലാവരെയും കൂട്ടി നമ്മുടെ നാട്ടിലോട്ട് വരാനായിട്ട് ഇരുന്നതായിരുന്നു. ഞങ്ങളെല്ലാവരും മലേഷ്യയിലേക്ക് ഒരു പ്ലഷർ ട്രിപ്പ് വരാനായിട്ട് ഇരുന്നതായിരുന്നു എന്നൊക്കെ ഇതെല്ലാം കേട്ടിട്ട് ബീരാനൊന്നും അനങ്ങാതെ നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഉടനെ ബീരാൻ ഒരൊറ്റ കരച്ചിൽ നിലവിളി എല്ലാം കൂടി, അയ്യോ എൻ്റെ ശ്രുതി മോളെ, ഞാൻ എൻ്റെ മോളെ മുഖത്ത് നോക്കി ഇതെങ്ങനെ സത്യം പറയും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നിലവിളിക്കാനും കരയാനും തുടങ്ങും. എന്താ ഇളയച്ച, എന്ത് പറ്റി എന്ന് പറയും. എനിക്കിനി ഒന്നും പറയാൻ വയ്യ, എൻ്റെ പൊന്നും മോളെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ ഇത് പറയും. ഉടനെ രവീന്ദ്രൻ പറയും, നിങ്ങളെന്താ വെച്ചാൽ കാര്യം പറയൂ, കാര്യം പറയാതിരുന്ന് കരഞ്ഞാൽ നമുക്കെങ്ങനെ കാര്യം മനസ്സിലാവും. അശോക്കും ഈ ചന്ദ്രൻ ചോദിക്കും, എന്ത് പറ്റി, എന്താ കാര്യമെന്ന് നോക്കാൻ പറയും. അത്തേക്കും മലേഷ്യൻ ഇളയച്ചൻ കിടന്നാൽ കരയാൻ തുടങ്ങുവാണ്. ഉടനെ ചോദിക്കും, എന്താ സുധിമോളെ, എനിക്കറിയത്തില്ല ആൻറ്റി എന്ന് പറയും. അയ്യോ എൻ്റെ മോളെ, നിൻ്റെ അച്ഛൻ ജയിലിലാന്നുള്ള കാര്യം ഞങ്ങളെ പറഞ്ഞില്ലായിരുന്നു. അതെ, അദ്ദേഹം ജയിലിലാണല്ലോ, പക്ഷേ ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ് തന്നെ ചെയ്ത ഒരു ചതിയാണിത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളായിരുന്നു. അതിനകത്ത് ജയിലിൽ വെച്ച് തന്നെ ചെറിയൊരു പ്രശ്നം സംഭവിച്ചു. അദ്ദേഹം മരിച്ചു പോയെന്ന് പറയും. മരിച്ചു പോയോ? അതെ, ഞാനിത് ആരോട് പറയുമെന്ന് പറഞ്ഞ് കിടന്നെങ്കിൽ നിലവിളിക്കാൻ തുടങ്ങും. അയ്യോ എൻ്റെ അച്ഛാന്ന് പറഞ്ഞ് ശ്രുതിക്ക് നിലവിളിക്കാൻ തുടങ്ങും. മരിച്ചു പോയോ എന്ന് പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്ത് എല്ലാവരും അങ്ങ് ഏങ്ങുകയാണ്. ജയിലിൽ നിന്ന് പുറത്തിറക്കാമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചതി ചെയ്ത് കൊടുത്തത്. പറയും, മരിച്ചെന്ന് വെച്ചാൽ അവിടെ വെച്ചൊരു അറ്റാക്ക് വന്നതാണെന്ന് പറയും. ഉടനെ പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കിടന്നങ്ങ് ശ്രുതി അങ്ങ് നിലവിളിക്കാൻ തുടങ്ങുകയാണ്. അച്ഛാന്ന് പറഞ്ഞ് കിടന്നങ്ങ് കരച്ചിലും നിലവിളി, അയ്യോ എൻ്റെ പൊന്നു മോളെ കരയാതെന്ന് പറയും. അങ്ങനെ ചന്ദ്രമതിയും രവീന്ദ്രനും എല്ലാവരും ചേർന്ന് ശ്രുതിയെ അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. ശ്രുതി അങ്ങ് തല കറങ്ങി ബോധം കെട്ടങ്ങ് വീഴുന്നുണ്ട്. അപ്പോഴത്തേക്ക് വർഷയും രേവതിയും കൂടി ചേർന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ദേഹത്തൊക്കെ ഒഴിക്കാണ്. ശ്രുതിയെ താങ്ങിയെടുത്ത് കട്ടിലിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. ശ്രുതി എഴുന്നേക്ക് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്. ആ സമയത്ത് ചോദിക്കും, എന്തോ ചെയ്യാനേ, എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് എൻ്റെ മോളെയും മരുമോനെ അങ്ങോട്ട് കൊണ്ടുപോയി താമസിപ്പിക്കണമെന്നൊക്കെ എൻ്റെ ചേട്ടന് വലിയ ആഗ്രഹമായിരുന്നു. പ്രശ്നങ്ങളെല്ലാം കഴിയും, ജയിലിൽ നിന്ന് ഉടനെ ഞാൻ പുറത്തിറങ്ങും എന്നൊക്കെ പറഞ്ഞങ്ങ് വീരാനങ്ങ് വെച്ച് കാച്ചുകയാണ്. ഇതെല്ലാം കേട്ട് ശ്രുതി ഇങ്ങനെ അരക്കണ്ണൊക്കെ തുറന്നിങ്ങനെ നോക്കുന്നുണ്ട്, സത്യം എന്തോ എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടി. അതിനുശേഷം ശ്രുതിക്ക് അങ്ങ് സന്തോഷമായി. കാരണം ഇനി ആരും അച്ഛൻ്റെ പേരൊന്നും പറഞ്ഞ് എൻ്റെ അടുത്തും ചോദിക്കത്തും പറയത്തൊന്നും ഇല്ലല്ലോ എന്നുള്ള ആശ്വാസം ശ്രുതിക്കുണ്ടായിരുന്നു. അതിനുശേഷം ശ്രുതി ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ബീരാൻ വന്നിട്ട് സച്ചിയിൽ തുടങ്ങി, സച്ചി നിങ്ങളെല്ലാവരുടെയും മലേഷ്യയിലേക്ക് പോകാൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത കാര്യമൊക്കെ ശ്രുതിമോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം വരത്തില്ല. അല്ല, അപ്പോൾ അവിടുത്തെ സംസ്കാരവും കാര്യങ്ങളും അതൊക്കെ അവിടെ തന്നെ അവർ ചെയ്തോളും. അയ്യോ പോരാ, എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ മലേഷ്യയിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി കരയാൻ തുടങ്ങും. ഉടനെ ബീരാൻ പറയും, ഇത് നമ്മുടെ തിരക്കഥയിലില്ലായിരുന്നല്ലോ, ഇനിയിപ്പോൾ ഞാനെങ്ങനെ ഇവിടെ മലേഷ്യ കൊണ്ടുപോകുന്നത്? അയ്യോ മോളെ, നീ അങ്ങോട്ട് വന്നിട്ട് യാതൊരു കാര്യവും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം ലേശം ചെയ്തോളാം. എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം. ഇവർ നിന്നെ അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഉടനെ ചന്ദ്രമതി ഇനി ഇവൾക്ക് അച്ഛനും അമ്മയും ആയിട്ടല്ല നിങ്ങളാണുള്ളത്. നിങ്ങൾ രണ്ടുപേരും വേണം ഇനി എൻ്റെ മോളെ സ്വന്തം മകളെ പോലെ നോക്കാൻ. അല്ല, അപ്പം ശ്രുതിയുടെ അച്ഛൻ മരിച്ച സ്ഥിതിക്ക് ശ്രുതിയുടെ അച്ഛൻ്റെ സ്വത്തുവകകളൊക്കെ ഇനിയിപ്പോൾ ആരായിരിക്കും? പാർട്ട്നേഴ്സിനായിരിക്കും എല്ലാം കിട്ടുന്നത്. ഉടനെ സച്ചി പറയാൻ, കണ്ടില്ലേ, ഒരാൾ മരിച്ചു പോയപ്പോൾ അമ്മയുടെ ചിന്ത മൊത്തം സ്വത്തുക്കളില്ല. അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ശ്രുതിയുടെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കളല്ല, അത് അവൾക്ക് തന്നെയല്ലേ വന്ന് ചേരേണ്ടത്. ഉടനെ മലേഷ്യൻ ഇളയച്ചൻ പറയും, അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ശ്രുതി എൻ്റെ ചേട്ടൻ്റെ ഒരേ ഒരു മകളാണ്. അവൾക്ക് കൊടുക്കാവുന്ന സ്വത്തുക്കളല്ല എൻ്റെ ചേട്ടൻ്റെ തന്നെ, അതെല്ലാം അവൾക്ക് തിരിച്ചു കിട്ടും. ചെറിയൊരു കേസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. കേസ് കഴിഞ്ഞാൽ എല്ലാ സ്വത്തുക്കളും അവളുടെ പേരിൽ തന്നെ ആവും. അവളൊരു മലേഷ്യൻ കോടീശ്വരിയാണെന്നൊക്കെ പറഞ്ഞങ്ങ് പറയും. അപ്പോഴത്തേക്ക് ബീരാൻ പറയും, എനിക്കിനി ഇവിടെ നിൽക്കാൻ സമയമില്ല, എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുകൊണ്ട് ബീരാൻ അങ്ങ് പോവുകയാണ്. ആ സമയത്ത് ശ്രുതിയെ എല്ലാവരും കൂടി പിടിച്ച് പതുക്കെ ഹാളിലോട്ടൊക്കെ കൊണ്ടുവന്നിരുത്തുകയാണ്. ആ സമയത്ത് പറയും, എന്നാലും എൻ്റെ ആൻറ്റി, എൻ്റെ അച്ഛൻ പോയല്ലോ, എൻ്റെ അച്ഛൻ എന്നോട് എന്ത് സ്നേഹമായിരുന്നറിയാവോ, പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എന്നെയും ശ്രുതിയെയും മലേഷ്യയിൽ കൊണ്ടുപോയി താമസിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പോട്ടുമുള്ള സാരമില്ല, ഓരോരുത്തർക്കും അത്രയും വിധിയുള്ളൂ. എന്നാലും നിൻ്റെ അച്ഛനെ നിനക്ക് അവസാനമായിട്ടൊന്ന് കാണാൻ പോകാൻ പറ്റില്ല. ഞങ്ങളും ഒക്കെ ഒന്ന് പോയി അവസാനം അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞിരുന്നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങ് കരച്ചിലും പറച്ചിലും ഒക്കെ തുടങ്ങും. അങ്ങനെ ആ ഒരു സീൻ അവിടെ കഴിയുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീരയാണ്. അങ്ങനെ മീര ഫോൺ എടുത്ത് വെച്ച് ഇങ്ങനെ 2-3 തവണ കോൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയെ ഫോണിൽ കിട്ടത്തില്ല. ആ സമയത്ത് ശ്രുതിയും കൂടി സംസാരിക്കുകയാണ്. എന്നാലും ശ്രുതി, എൻ്റെ അച്ഛൻ എന്നെ വിട്ടിട്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയും. നീ കരയാതെ ശ്രുതി, നീ കരയാതെ, നിനക്ക് ഞാനുണ്ട്, നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനുണ്ടെന്നൊക്കെ പറയും. നമുക്ക് എന്തായാലും നാളെ ഷോറൂമിൽ അവധി കൊടുക്കാമെന്ന് പറയും. അവധി കൊടുക്കാനോ? അതെ, എന്തായാലും നിൻ്റെ അച്ഛൻ മരിച്ചുപോയതല്ലേ, നമ്മൾ ഈ സമയത്ത് അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കേണ്ടിയില്ലേ? അതൊന്നും വേണ്ട. അച്ഛൻ എപ്പോഴും പറയും, ബിസിനസ്സാണ് എപ്പോഴും വലുത്. ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ നമ്മൾ ആരുടെയും കച്ചവടമൊന്നും ഇല്ലാതാക്കരുത്. ഒരു ദിവസം ബിസിനസ് ഇപ്പോൾ നഷ്ടപ്പെടാൻ എന്താണ്, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മൾ തമ്മിൽ പരസ്പരം നല്ല യോജിപ്പോടുകൂടി താമസിക്കണം. എന്തിനും ഏതിനും നമ്മൾ പരസ്പരം ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും തമ്മിൽ സംസാരിക്കുകയാണ്. ശരി ശ്രുതി, നീ കരയാതിരിക്കുക,
നിൻ്റെ ഏതൊരവസ്ഥയിലും നിൻ്റെ കൂടെ ഞാൻ കാണും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്താണ് മീര വിളിക്കുന്നത്. എങ്കിൽ ശരി ശ്രുതി, നീ മീരയോട് സംസാരിക്കാൻ പറയും. ആ സമയത്ത് മീര വിളിച്ചിട്ട് ചോദിക്കും, എന്തൊക്കെയായി ശ്രുതി അവിടുത്തെ അവസ്ഥ? ഓ എല്ലാം, എന്നാൽ ആ ബീര നമ്മൾ പ്രതീക്ഷണക്കല്ല മീരെ, എല്ലാ കാര്യങ്ങളും അയാൾ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരും വിശ്വസിക്കും രീതിയിലായിരുന്നു പെർഫോമൻസ് എന്നൊക്കെ പറയും. എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചു. ഇല്ലാതിരുന്ന ഒരു അച്ഛനെ നീ ഉണ്ടാക്കിക്കൊണ്ട് വന്നു, അയാളെ ജയിലിലാക്കി, അയാളെ ഇപ്പം കൊല്ലിച്ച് നിന്നെ സമ്മതിക്കണമെന്ന് പറയും. പിന്നെ എനിക്ക് എൻ്റെ തല രക്ഷിക്കേണ്ടതായെന്ന് ചോദിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി മലേഷ്യയിലോട്ട് വന്നാൽ ഞാൻ എന്തോ ചെയ്യും? ഇതാകുമ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കൊണ്ടും ക്ലോസ് ആവുമല്ലോ എന്ന് പറയും. എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു, ഇനിയും നീ ഓരോരോ അബദ്ധങ്ങളൊന്നും കാണിക്കാതിരിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയാണ്. രേവതിക്ക് നല്ല വിഷമമുണ്ട്. രേവതി ഫുഡൊക്കെ കൊണ്ട് ശ്രുതിക്ക് കൊടുത്തിട്ട് ശ്രുതി ഒന്നും കഴിക്കത്തില്ല. ആ സമയത്ത് സച്ചി എടുത്ത് പറയും, എന്തു പറ്റി രേവതി? അത് അവൾ ഫുഡൊന്നും കഴിക്കുന്നില്ല, എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനില്ലേ, മരിച്ചു പോയി കഴിഞ്ഞാൽ എത്ര ദിവസത്തേക്ക് ആ ഒരു മനപ്രയാസം കാണും, അടുത്ത് പോലും ഇല്ലായിരുന്നില്ലെന്ന് ചോദിക്കും. എനിക്കെന്തോ ഇപ്പോൾ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് പറയും. എന്താ സച്ചിയേട്ടാ, നിങ്ങൾക്ക് ഇപ്പോഴും സംശയം മാറിയിട്ടില്ല അവൾ അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ട്? അതല്ല രേവതി, എന്തൊക്കെയോ ഒരു സംശയം. നമ്മൾ പെട്ടെന്ന് മലേഷ്യയിലോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ അവൾ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് അവൾ ഇളയച്ചൻ വരുന്നു, ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ഒരു സംശയം എന്ന് പറയും. എന്താ സച്ചിയേട്ടാ? അല്ല, നീ ഈ ശ്രുതിയുടെ കല്യാണം തൊട്ടൊന്ന് ഓരോന്ന് ചിന്തിച്ച് നോക്കാൻ പറയും. അങ്ങനെ അവർ കല്യാണത്തെക്കുറിച്ച് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ശ്രുതിയുടെ കല്യാണം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. എന്താണ് ശ്രുതി പറഞ്ഞതിനകത്തൊരു കള്ളമാണോ ഈ മലേഷ്യൻ അച്ഛൻ എന്ന് പറയുന്നത്? അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും കഥകളുമായിട്ട് നമുക്ക് നാളെ ബാക്കി തുടരാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.